ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പക്കോടൻ്റെ റെസിപ്പി ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല കിടിലൻ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളിയാണ്. അതൊന്ന് നടുകെ കീറിയിട്ട് നമുക്ക് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതുപോലെ ഇതിലേക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, ഒരു 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊരു ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നിങ്ങളെ കയ്യിൽ ചോപ്പർ ഇല്ലെങ്കിൽ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇതിവിടെ നല്ല രീതിയിലൊന്ന് ചോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഈ ടൈമിൽ ഇതിലേക്ക് പച്ചമുളക് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് പച്ചമുളക് കീറിയിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് എരിവുണ്ടാവും. ഇനി ഇതിലേക്കൊരു 3 ടീസ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 3 ടീസ്പൂൺ കോൺഫ്ലോറും, ഒരു 3 ടീസ്പൂൺ മൈദയും, ആവശ്യത്തിന് ഉപ്പും, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നത് 1 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കനിൽ. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫുഡ് കളർ കുറച്ച് ചേർത്തിട്ടുണ്ട്, റെഡ് ഫുഡ് കളർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കണ്ട. ഞാൻ ഫോട്ടോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത മാവിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കന് എള്ളുള്ളതാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ മാവിലേക്ക് വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. നമ്മൾ ചിക്കന് കഴുകിയപ്പോൾ അതിൻ്റെ വെള്ളം കുറച്ച് ഈ മാവിലേക്ക് ഇറങ്ങി വരും. അത് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ചിക്കൻ ഇവിടെ 3/4 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയ്ക്കൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ ഓവറായിട്ട് ചേർക്കരുത്. ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ ചേർക്കുക. അപ്പോൾ നമുക്ക് മസാലയ്ക്കൊന്ന് ചിക്കനിൽ പിടിച്ച് കിട്ടും. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. ഇനി ഓയിൽ ചൂടായതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ചിക്കന്. ഇനി നമുക്കിത് ചെറു തീയിൽ വേണം വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളും പുറവും ഒരുപോലെ വെന്ത് കിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യട്ടെ. ഞാനിവിടെ കുറച്ച് അത്യാവശ്യം വലിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളകൊന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെ കയ്യിൽ കറിവേപ്പിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്തോട്ടോ. ഇനി ഞാൻ ഇതിലേക്കൊരു കുറച്ച് വെളുത്തുള്ളി ഒന്ന് പച്ചക്ക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചിക്കനിൽ ആ ഫ്ലേവർ കിട്ടുമ്പോൾ ഒരു പ്രത്യേകം ടേസ്റ്റാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ആളുടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.